ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ജയ രാധാ മാധവ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ കുഞ്ച ബിഹാരി, ജയ ഗോപീചന വല്ലഭ, ജയ गिरिवरधारी, जय गिरिवरधारी, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधव कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा, जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, जय राधा माधव राधे, जय राधा गोपीनाथ राधे, जय राधा गोपीनाथ राधे, जय कृष्ण बलराम जय कृष्णा बलराम जय वृंदावन धाम, जय जगन्नाथ जय बलदेवा, जय सुभद्रा जय सुदर्शन, जय गौरनिताय जय गौरनिताय जय गौरनिताय, जय जय प्रभुपाद
Prabhupada Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev Jai Vishnupada Paramahamsa Purus ki Jai Stottra Sudai His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada ki Jai अनंत कोटि वैष्णव वृंद की जय नमाचार्य श्री हरिदास ठाकुर की जय प्रेम से कहूँ श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद की जय हरे कृष्णा हरे कृष्णा सो वेलकम एवरीवन നിങ്ങൾ എല്ലാവരും പ്രസന്റ് ആണല്ലോ അല്ലേ ഇവിടെ റേസ് യുവർ ഹാൻഡ്സ് അറ്റ്ലീസ്റ്റ് വ്രജനാഥ് who else okay Sri Lakshmi Subhangi Rasikananda then Ashwin Damodar what about Advait Santosh ഇല്ലേ ഇവിടെ ആദിത്യ Damodar okay Lakshmi okay fine very good ഇന്ന് നമ്മള് ഭഗവാന്റെ കൃഷ്ണന്റെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഭഗവാന് കുറെ ക്വാളിറ്റീസ് ഉണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാന്റെ ക്വാളിറ്റീസ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല ചില സമയത്ത് പറയാറുണ്ട് ഭഗവാന്റെ ക്വാളിറ്റീസ് അറിയണമെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ എന്താണ് ആറ്റംസ് ഇല്ലേ ആറ്റംസിനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും ഭഗവാന്റെ ക്വാളിറ്റീസ് നമുക്ക് കൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്ന് പറയാം ഈ പ്രപഞ്ചത്തിലെ ആറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ എത്ര ആറ്റംസ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ബട്ട് ആ ആറ്റത്തിന്റെ നമ്മൾ കൗണ്ട് ചെയ്താൽ പോലും ഭഗവാന്റെ ക്വാളിറ്റീസ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല അപ്പൊ ഭഗവാൻ ഒരിക്കല് അനന്തശേഷനോട് പറഞ്ഞു നീ എന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്ക അപ്പൊ അനന്തശേഷം പറഞ്ഞു അല്ല നീ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്താൻ പറഞ്ഞു അപ്പോ അനന്തശേഷൻ ചോദിച്ചു എത്ര നാള് ഞാൻ താങ്ങി നിർത്തണം ഈ പ്രപഞ്ചം അപ്പൊ പറഞ്ഞു ഒരു പണിയേ ഒരു ടൈം ഡ്യൂറേഷൻ വേണ്ടേ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കണ്ടേ എത്ര നാള് ചെയ്യണം എന്ന് ചോദിക്കണ്ടേ അല്ലെങ്കിൽ എത്ര സമയം ചെയ്യണം ഇന്ന് ക്ലാസ് ഉണ്ട് 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ടെന്ന് ചോദിക്കണ്ടേ അതേപോലെ അനന്തദേവൻ ചോദിച്ചു എത്ര നാള് ഞാൻ ഈ യൂണിവേഴ്സ് പൊക്കി പിടിച്ചോണ്ടിരിക്കണം അപ്പൊ ഭഗവാൻ പറഞ്ഞു ഓക്കെ നീ എന്റെ ക്വാളിറ്റീസ് കൗണ്ട് ചെയ്യുക എന്റെ ക്വാളിറ്റീസ് നീ ഡിസ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ക്വാളിറ്റീസ് തീരുന്നു അന്ന് നിനക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോ അനന്തദേവൻ കുറെ കോടാനുകോടി വർഷങ്ങളായിട്ട് ഭഗവാന്റെ കഥകള് ലീലകള് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതുവരെ തീർന്നിട്ടില്ല നോൺ സ്റ്റോപ്പ് ഭഗവാൻ ഇഷ്ടം പോലെ ക്വാളിറ്റീസ് ഉള്ളതില് ഡിവോട്ടീസിന് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റീസ് എന്താണെന്ന് പറയാൻ ആർക്കെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ക്വാളിറ്റീസ് ഏതാണ് നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടമാണോ എത്ര പേർക്ക് ഇഷ്ടമാണ് ഭഗവാൻ റിയലി ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടപ്പെടാൻ കാരണം വൈ ഡു യു ലൈക്ക് കൃഷ്ണ because he is supreme personality of Godhead. So what?
ഉം. നിങ്ങള് ഒരാള് എന്താണ് സുപ്രീം പേഴ്സണാലിറ്റി ആൻഡ് ഗോഡ് ഹെഡ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിൽ യു ലൈക്ക് ഹിം? വേറെ എന്തെങ്കിലും കാരണം വേണം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനായിട്ട്, അല്ലേ? നിങ്ങളുടെ സ്കൂളിലെ കോളേജിലെ പ്രിൻസിപ്പാളിനെ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഡു യു ലൈക്ക് പ്രിൻസിപ്പൽ? ഇല്ല. ബിക്കോസ് ഹി ഈസ് എ പ്രിൻസിപ്പൽ, ഡു യു ലൈക്ക് ഹിം? എന്തുകൊണ്ടാ കൃഷ്ണനെ ഇഷ്ടപ്പെടണം? വൈ ഡു യു ലൈക്ക് കൃഷ്ണ? കൃഷ്ണനെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരുണ്ടോ എനിക്ക് കൃഷ്ണനെ ഇഷ്ടമല്ല? ഒരിക്കല് ഞങ്ങൾ ക്ലാസ് എടുത്തോണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട്, ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുക, അപ്പൊ അയാള് പറഞ്ഞു എനിക്ക് കൃഷ്ണനെ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു എന്താ കൃഷ്ണനെ ഇഷ്ടമല്ലാത്ത? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൃഷ്ണ ഇഷ്ടമല്ലാത്ത കാരണം എനിക്ക് ഇഷ്ടം ദേവീനെയാണ്. ഓ ഫൈൻ. അപ്പൊ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദേവിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സോ കൃഷ്ണ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. Subhangi is typing. He loves us more than anyone in this world. Very good. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഭഗവാൻ. നമ്മൾ വിചാരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കും. എപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതും നമ്മുടെ റിലേറ്റീവ്സ് ആണ്, നമ്മുടെ പാരന്റ്സ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തില് ഈവൻ നമുക്ക് പേരൻസിനെ തരുന്നതും ആരാ? നമ്മുടെ മാതാപിതാക്കളെ തരുന്നത് അതും കൃഷ്ണ, അല്ലെ? അപ്പോ കൃഷ്ണ എടാ ലവ് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ കൃഷ്ണൻ എന്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കണം? വൈ ഡസ് ഹി ലവ് അസ്? നമ്മളും കൃഷ്ണനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഭഗവാൻ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാനായിട്ട്? എന്തിനാ നമ്മളെ സ്നേഹിക്കുന്നത്? He loves every living entities, അല്ലേ? We are his children. Yeah, we are his children. Rajana says we are his children. Sri Lakshmi, we are part and parcel of Krishna. Okay, very good. നമ്മള് ഭഗവാന്റെ അംശങ്ങളാണ്. സോ കൃഷ്ണ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ കാരണം there is no reason. He is unconditional love. Material world, if somebody loves us, that is based on condition. കണ്ടീഷൻ ലെസ് ആയിട്ട് ഭൗതിക പ്രപഞ്ചത്തിൽ ആരും നമ്മളെ സ്നേഹിക്കത്തില്ല. I love you because you are my son. I love you because you are my daughter. എല്ലാവർക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള റീസണിന്റെ പുറകില് ഒരു എന്തെങ്കിലും കണ്ടീഷൻ കാണും. ബട്ട് ഈ കണ്ടീഷൻ ഉണ്ടെങ്കിലും ചിലപ്പോ ഈ ലവ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് എത്ര പേർക്കൊണ്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ബട്ട് ദേ ഡോണ്ട് സ്പീക്ക് ടു യു നൗ? ഉണ്ടോ? രസയ്ക്കുണ്ടോ? ഓക്കെ, യാ സുഭാംഗി. Who else? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലേ? Sometimes happens, അല്ലേ? They will stop. They will stop this. But Krishna നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല. He is always with us. പക്ഷേ എല്ലാവർക്കും ഭഗവാനെ അറിയാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ധ്രുവ മഹാരാജിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? Everyone knows Dhruva Maharaj.
നിങ്ങൾ ആ ഒരു കഥയില്, ധ്രുവമഹാരാജിന്റെ കഥയില് ധ്രുവമഹാരാജ് ഭഗവാനെ അന്വേഷിച്ച് പോകാനുള്ള റീസൺ എന്തായിരുന്നു? എന്തായിരുന്നു റീസൺ? ദർ വാസ് ഓൺലി വൺ റീസൺ അല്ലേ? എന്താണ്? സ്റ്റെപ്പ് മദർ എന്ത് ചെയ്തു? ധ്രുവമഹാരാജിന്റെ രണ്ടാനമ്മ ധ്രുവമഹാരാജിനെ വഴക്കിട്ടു അല്ലേ? ധ്രുവമഹാരാജിനെ വഴക്കിട്ട സമയത്ത് ധ്രുവമഹാരാജിന്റെ അച്ഛൻ ഡിഡ് ഹി സ്റ്റോപ്പ് ഹർ? മിക്കപ്പോഴും ഇഫ് ആരെങ്കിലും ഒരു പേരന്റ് അവര് കുട്ടികൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അടുത്ത പേരന്റ് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ദേ വിൽ സപ്പോർട്ട്. പക്ഷേ ധ്രുവ മഹാരാജിന്റെ അച്ഛൻ ഡിഡ് ഹി സപ്പോർട്ട് ദാറ്റ്? സ്റ്റോപ്പ് ചെയ്തോ? നിങ്ങൾക്ക് അറിയാലോ അല്ലെ ധ്രുവ മഹാരാജിന്റെ കഥ? ധ്രുവ മഹാരാജിന്റെ കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അറിയാത്ത? Anybody is there who doesn't know the story of Dhruva Maharaj? So I assume that everyone knows. Okay. അപ്പോ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഐ എം ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. എന്താണ്? ധ്രുവ മഹാരാജിന്റെ അച്ഛൻ ഡിഡ് ഹി സ്റ്റോപ്പ് സുരുചി? സുരുചിയാണ് ധ്രുവ മഹാരാജിനോട് പറഞ്ഞത്, നിനക്ക് നിന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പറ്റില്ല. This is very, very bad. So, did the father stop Suruchi? Sri Lakshmi says, yeah, he didn't stop. So, father doesn't love him? അച്ഛൻ ഇഷ്ടല്ലേ ഇപ്പൊ മോനോ? കൊച്ചു കുട്ടികളോട് നിങ്ങൾ ചോദിക്കണം. ഇപ്പോ ഒരിക്കല് ഒരു ഭക്തൻ 3 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചു, പ്രഹ്ലാദ് മഹാരാജും ഹിരണ്യകശിപുവുമായിട്ടുള്ള ആ ഒരു കഥയില് ഹിരണ്യകശിപു എന്തുകൊണ്ടാണ് ഡീമൻ? വൈ ഈസ് ഹി എ ഡീമൻ എന്ന് ചോദിച്ചു. എത്ര വയസ്സുണ്ടായിരുന്നു കുട്ടിക്ക്? ഹി വാസ് 3 years old. അപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, വൈ വാസ് ഹിരണ്യകശിപു എ ഡീമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? വ്രജനാഥ് എന്ത് പറയും? ഹിരണ്യകശിപു ഡീമൻ ആണെന്ന് പറയാനായിട്ട് വാട്ട് റീസൺ വിൽ യു സൈറ്റ്? Opposed Vishnu. Okay. So anybody opposing Vishnu is a demon. Okay. Very good. What else? Sometimes Shiva also opposed Krishna. He tortured a pure devotee. Okay. Sri Lakshmi. Okay, fine. What other reason is there? You should think like a 3-year-old child. 3 വയസ്സുള്ള ഒരു കുട്ടിയെ പോലെ നിങ്ങൾ ചിന്തിച്ചേ. He opposed dharma, Vrajanath. Very good. But I want you to think like a 3-year-old child. 3 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ how will you call that person a demon? അപ്പോ 3 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചപ്പോ ആ കുട്ടി പറയാണ്, പ്രഹ്ലാദ് മഹാരാജാവിന് ഹിരണ്യകശിപു he took in his lap അല്ലെ, മടിയിലെടുത്ത് വെച്ചിട്ട് ചോദിച്ചു, പ്രഹ്ലാദ് നീ എന്താ പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, പ്രഹ്ലാദ് പറഞ്ഞത്,
ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹിരണ്യകശിപു എന്ത് ചെയ്തു? തന്റെ മടിയിൽ നിന്നും പ്രഹ്ലാദനെ വലിച്ചെറിഞ്ഞു. കുട്ടി അച്ഛനോട് പറയണം, ഹീസ് എ ഡിമൻ because he denied Prahlad to sit in his lap. പ്രഹ്ലാദിന് മടിയിലിരുത്താൻ മടിയിലിരുന്നിട്ട് വലിച്ചെറിഞ്ഞു. സോ ആ ഒരു കുട്ടി he is feeling that that is why he is called as demon. So ഇപ്പോ if you look at Dhruva Maharajനെ സ്റ്റോപ്പ് ചെയ്തു അല്ലെ, അമ്മ സ്റ്റോപ്പ് ചെയ്തു, സ്റ്റെപ്പ് മദർ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് nobody supported him. ഈവൻ അച്ഛൻ പോലും സപ്പോർട്ട് ചെയ്തില്ല. ഫീൽ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും? തിങ്ക് ദാറ്റ് നിങ്ങൾ ഒരു കുട്ടിയായിരുന്ന സമയത്ത് if somebody does that, will you feel bad? നിങ്ങൾക്കെല്ലാം വളരെ you will be hurt അല്ലേ? ധ്രുവമരാജ് കരഞ്ഞോണ്ട് അമ്മയെടുത്ത് ചെന്നപ്പോ അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞു, നമുക്ക് ഇരുട്ടത്ത് കിടത്തി ചോറ് കൊടുക്കാം അല്ലെ? എന്താ അമ്മ പറഞ്ഞ? അമ്മ പറഞ്ഞത്, നീ നിന്റെ ദേഷ്യം നിന്റെ അച്ഛനോടോ അല്ലെങ്കിൽ നിന്റെ സ്റ്റെപ്പ് മദറിനോടോ കാണിക്കേണ്ട. ഓക്കെ, ആരെ നീ ഹാം ചെയ്യരുത്, നിന്റെ തോട്ട് വെച്ച് പോലും ഹാം ചെയ്യരുത്. ധ്രുവനെ ഇൻസൾട്ട് ചെയ്തു സുരുചി. എങ്ങനെ? ബൈ വേർഡ് ഇൻസൾട്ട് ചെയ്തു. അച്ഛൻ എങ്ങനെ ഇൻസൾട്ട് ചെയ്ത? ബൈ ഇനാക്ഷൻ അല്ലെ, അല്ലെങ്കിൽ ബൈ ഇനാക്ഷൻ. ഈ ഇൻസൾട്ട് കണ്ടിട്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, ബട്ട് ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് അല്ലെ. അപ്പൊ ഇനാക്ഷൻ കൊണ്ട് ധ്രുവേന അച്ഛനും ഇൻസൾട്ട് ചെയ്തു. പക്ഷെ സുനീതി മൗന് പറഞ്ഞു കൊടുത്ത എന്താണ്? നീ ഡിസപ്പോയിന്റഡ് ആവണ്ട, നീ നിന്റെ സ്റ്റെപ്പ് മദറിന്റെ അടുത്ത് ഹേറ്റ്രഡ് നീ കാണിക്കരുതെന്നല്ല, യു ഷുഡ് നോട്ട് ഡെവലപ്പ് ഹേറ്റ്രഡ്. നീ നിന്റെ സ്റ്റെപ്പ് മദറിന്റെ അടുത്ത് റിവെഞ്ച്ഫുൾ മെന്റാലിറ്റി കാണിക്കരുത്. ഡോണ്ട് ഡിസൈർ ടു ഹാം those who have harmed you. നിന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയാലും നീ മറ്റുള്ളവർക്ക് നീ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡിലോ അല്ലെങ്കിൽ ഹേറ്റ്രഡോ കാണിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, ഡോണ്ട് ഫീൽ ഡിസപ്പോയിന്റഡ്. അപ്പൊ ധ്രുവ മഹാരാജ് കരഞ്ഞിട്ടിരിക്കേ. എന്നിട്ട് ആ കുട്ടിയോട് പറയാണ്, 5 വയസ്സുള്ള കുട്ടിയോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റിവേഴ്സൽസ് ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമെങ്കിൽ, നമുക്ക് വിഷമം ഉളവാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ പാസ്റ്റ് ആക്ഷൻസ് മൂലമാണ്, പാസ്റ്റ് കർമാസ് മൂലമാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ പോലും ഇത് വരുന്നത് എവിടുന്നാ? പാസ്റ്റ് മിസ്ഡീഡ്സ്. ഇത് നീ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിനക്ക് ആരെയും ഹെയ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഒരു 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 എന്താണ് റിവെഞ്ച്ഫുൾ മെന്റാലിറ്റി നിനക്ക് ഉണ്ടാവില്ല. പക്ഷെ ധ്രുവ മഹാരാജ് സാറ്റിസ്ഫൈഡ് ആയോ? ഇല്ല. യു വാണ്ട് ജസ്റ്റിസ് അല്ലെ. വെനെവർ സംബഡി ഡസ് റോങ്, എന്തെങ്കിലും നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ട? വി നീഡ് ജസ്റ്റിസ് അല്ലെ. സോ ഹു ക്യാൻ ഗീവ് us ജസ്റ്റിസ്? ആർക്ക് തരാൻ പറ്റും ജസ്റ്റിസ്?
ഇവിടെ ജസ്റ്റിസ് തരേണ്ട ആരാണ്? അച്ഛനാണ് തരേണ്ട, അല്ലെ? ബട്ട് അച്ഛൻ, നോട്ട് ഓൺലി ഹിസ് ഫാദർ ഈസ് എ കിങ്. ഇനി സംടൈംസ് അച്ഛൻ ജസ്റ്റിസ് തന്നില്ലെങ്കിൽ നമുക്ക് കിങ്ങിന്റെ അടുത്ത് പോവാം, അല്ലേ? ബട്ട് ആരാ ഇവിടുത്തെ കിങ്? അതോ അച്ഛനാ? സോ വേർ ഹി വിൽ ഗോ? അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് നിന്റെ ഡിസയർ, വാട്ട് എവർ ഡിസയർ യു ഹാവ്, നീ ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നിനക്ക് അച്ഛന്റെ മടിയിലോ അല്ലെങ്കിൽ അച്ഛന്റെ ത്രോണിലോ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ, or you have any other desire, നീ എന്ത് ചെയ്യണം? You should worship Supreme Lord. അപ്പൊ ധ്രുവ, പ്ലീസ് ടേക്ക് ആശ്രയ. നിങ്ങൾ എന്ത് ചെയ്യണം ധ്രുവ? നീ ആശ്രയിക്കണം. ആരെ ആശ്രയിക്കണം? കൃഷ്ണനെ ആശ്രയിക്കണം. To take shelter of Krishna. കൃഷ്ണനെ ആശ്രയിച്ചാൽ എന്താ ഗുണം? ഹീസ് ഭക്തവത്സല, ഹീസ് ഭൃത്യവത്സല. കൃഷ്ണൻ ഭൃത്യവത്സലനാണ്. He is very affectionate towards all his servants, all his devotees. അതുകൊണ്ട് നീ ഏത് ഡിസയർ ആണോ ധ്രുവ നിനക്കുള്ളത്, യു ക്യാൻ ടേക്ക് ഷെൽട്ടർ ഓഫ് കൃഷ്ണ. അപ്പോ അമ്മയോട് ചോദിച്ചു, ബട്ട് ഹൗ വിൽ ഐ ടേക്ക് ഷെൽട്ടർ ഓഫ് ഹിം? എവിടെയാ കൃഷ്ണൻ ഉള്ളത്? അപ്പൊ അമ്മ പറയും, എല്ലാവരും ഭഗവാനെ കാണാനായിട്ട് എവിടെയാ പോകുന്നത്? അവര് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ. അപ്പൊ ഐ തിങ്ക് ഹി ഈസ് ദേർ ഇൻ ദ ഫോറസ്റ്റ്. She instructed this. So അതുകൊണ്ടാണ് സുനീതി was an exemplary mother. First, what she did, ധ്രുവയുടെ മനസ്സിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി ട്രേസസ് ഉണ്ടല്ലോ, അത് മാറ്റി. അത് മാറ്റിയിട്ട് പറഞ്ഞു, now you should concentrate on Krishna, Supreme Lord. അപ്പോ വെരി ഇന്റലിജന്റ്ലി ആ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സുനിധി ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ധ്രുവ became very inspired. പക്ഷേ ധ്രുവൻ ഒരു കാര്യം പറഞ്ഞു, അമ്മ ഐ ആക്സെപ്റ്റ്, അമ്മയുടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. എന്താണ്? ഐ വിൽ ഗോ ആൻഡ് ടേക്ക് ഷെൽട്ടർ ഓഫ് കൃഷ്ണ. ബട്ട് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഐ കനോട്ട് ആക്സെപ്റ്റ്. നമുക്ക് പറ്റുമോ ആർക്കെങ്കിലും നമുക്ക് ക്ഷമ, ക്യാൻ വി ഫോർഗീവ് സംബഡി? നമ്മളെ പെയിൻ തരുന്ന ആൾക്കാർക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ധ്രുവനും പറഞ്ഞു, അമ്മ ഐ കനോട്ട് ഡു ദാറ്റ്. ധ്രുവ അപ്പോഴും ധ്രുവന് എന്തുണ്ടായിരുന്നു? ആ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് മദറിന്റെ അടുത്ത്. പക്ഷെ നൗ ധ്രുവ അണ്ടർസ്റ്റുഡ്, ഇഫ് കൃഷ്ണ ക്യാൻ ഗിവ് എവ്രിതിങ്, I want to become even superior to my grandfather. അച്ഛന്റെ ത്രോണില് I am not interested in that. എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദർ ബ്രഹ്മ, he is having a supermost position. ഓരോ മെറ്റീരിയൽ യൂണിവേഴ്സിലെയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഈസ് ബ്രഹ്മ, അല്ലെ? ഒരു ലിവിങ് എൻറ്റിറ്റീനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ദ ഹയസ്റ്റ് പൊസിഷൻ ആരെടുക്കുന്ന? ബ്രഹ്മ. സോ
ഇനി അച്ഛന്റെ ത്രോൺ എനിക്ക് വേണ്ട. ഐ വാണ്ട് എ പൊസിഷൻ ഗ്രേറ്റർ ദാൻ ബ്രഹ്മ. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ യൂണിവേഴ്സിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്ഥലം ഏതാണ്? സത്യലോക അല്ലെ? There is nothing beyond Satyaloka. Then there is spiritual world. Right? But Dhruva's desire was what? He didn't even want Brahma's planet. ബ്രഹ്മാവിന്റെ പ്ലാനറ്റും വേണ്ട, ബ്രഹ്മാവിന്റെ ത്രോണും വേണ്ട. What he wanted something which is even beyond grandfather Brahma. ആ ഡിസയർ എങ്ങനെയായിരുന്നെന്ന് അറിയാവോ? ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഫസ്റ്റ് റാങ്ക് അല്ല, എനിക്ക് ഫസ്റ്റ് റാങ്കിനും മീതെ വേണം. ഫസ്റ്റ് റാങ്ക് അല്ലേ ഉള്ളൂ അല്ലെ? ഫസ്റ്റ് റാങ്ക് ഈസ് ഫസ്റ്റ് റാങ്ക് അല്ലേ? അല്ലെ? അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബട്ട് ധ്രുവാസ് ഡിസയർ വാസ് ദാറ്റ്. ധ്രുവന്റെ ഡിസയർ എന്തായിരുന്നു? എനിക്ക് ഫസ്റ്റ് റാങ്കിന്റെ മേളിൽ പോണം. And then he left the palace. അപ്പോ ധ്രുവന് ഹിഡിൻ നോ എന്താണ് ഞാൻ ഫോറസ്റ്റിൽ പോയി അല്ലെങ്കിൽ കാട്ടിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ സി കൃഷ്ണ ഭയങ്കര മേഴ്സിഫുൾ ആയിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? നാരദ മുനിയെ ധ്രുവനത്തിന് അടുത്തേക്ക് വിട്ടു. സോ നാരദ മുനി വാസ് അവെയർ. എങ്ങനെയാ നാരദ മുനിക്ക് മനസ്സിലായത് ഈ ഇൻസിഡന്റ് എല്ലാം നടക്കുന്നത്? കൃഷ്ണ ഇൻസ്പയർഡ് നാരദ മുനി. എന്നിട്ട് പറഞ്ഞു, ബിക്കോസ് ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാന്റെ ദർശനം കിട്ടണമെങ്കിൽ യു നീഡ് എ ഗുരു. നമുക്ക് ഗുരുവിനെ വേണം. ധ്രുവയ്ക്ക് ഒരു ഡിസയറും ഇല്ലായിരുന്നു ഗുരുവിനെ വേണോന്നുള്ളത്. ധ്രുവ വാസ് നോട്ട് തിങ്കിങ്, ഓ ഞാൻ ഏത് ഗുരുവിന്റെ അടുത്ത് പോകും. ധ്രുവൻ അങ്ങനെ അറിയില്ല. ബട്ട് ഹി വാസ് ഡിറ്റർമൈൻഡ് ആയിരുന്നു. എന്തായിരുന്നു ഡിറ്റർമിനേഷൻ? ഐ വോണ്ട് ടു മീറ്റ് കൃഷ്ണ. സോ കൃഷ്ണ അണ്ടർസ്റ്റുഡ് ദാറ്റ്. എന്നിട്ട് കൃഷ്ണ എന്ത് ചെയ്തു? ഹി സെന്റ് നാരദ മുനി. അപ്പൊ നാരദ മുനിനെ മീറ്റ് ചെയ്തു. സോ ദിസ് ഇസ് കൃഷ്ണസ് പ്ലാൻ. whenever somebody is determined, നമ്മള് ഭഗവാനെ നമുക്ക് ചിലപ്പോ we don't know how to worship him, but when we are determined, നമ്മൾ ഭഗവാനെ സേവിക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കാനായിട്ട് നമ്മൾ ഡിറ്റർമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാനെ മനസ്സിലാക്കും. സോ ഹി അറേഞ്ച് സംബഡി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തരാമോ വേർ somebody determined and then Krishna sent some devotees? ആർക്കെങ്കിലും എന്തെങ്കിലും എക്സാമ്പിൾ തരാൻ പറ്റുമോ? ഓക്കെ, നാരദ മുനി ടു പ്രഹ്ലാദ് മഹാരാജ്. ഓക്കെ, ദാറ്റ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യണം ശ്രീലക്ഷ്മി. അല്ലാതെ എന്തെങ്കിലും? ശ്രവൺ കീർത്തൻ, യു ഹാവ് എൻ എക്സാമ്പിൾ? ഇല്ല. ഓക്കെ, സോ എപ്പോഴാണോ നമ്മൾ ഡിസയർ ചെയ്യുന്നത് ഐ വാണ്ട് ടു വർഷിപ്പ് കൃഷ്ണ, ഹി അറേഞ്ചസ്, കൃഷ്ണ പ്ലാൻസ്. നിങ്ങൾ പ്രചേതാസിന്റെ കഥ കേട്ടിട്ടുണ്ടോ? പ്രചേതാസ് wanted to worship Krishna and they were doing austerities. ലോർഡ് വാസുദേവ ആ വനത്തിൽ പോയി പ്ലീസ് ചെയ്യണം അവൻ. Prajina Garbha told, okay, you go and worship the Lord, perform austerities.
ലോർഡ് ശിവ അവിടെ അപ്പിയർ ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഓ, ഞാൻ ഭഗവാനെ വർഷിപ്പ് ചെയ്ത പ്രേയേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങള് ഇത് ചൊല്ലിക്കഴിഞ്ഞാല് കൃഷ്ണ വിൽ ബി പ്ലീസ്ഡ്. അപ്പോ ലോർഡ് ശിവനെ വിളിച്ചില്ല ആക്ച്വലി പ്രജേദാസ്. ലോർഡ് ശിവ വോളണ്ടറിലി കെയിം ദർ. അതേപോലെയാണ് ധ്രുവ മഹാരാജ് ഡിഡിൻ കോൾ. ധ്രുവൻ അവിടെ നിന്ന് അന്വേഷിച്ചു പോലും ഇല്ല. ഓക്കെ, ഗുരു ഇസ് റിക്വയർഡ്, ഹി ഡിഡ്ന്റ് നോ. പക്ഷെ എന്തായിരുന്നു ധ്രുവന്റെ മെന്റാലിറ്റി? സിൻസിയർലി ഹി വാസ് ഡിസയറിങ്. ധ്രുവന്റെ മോട്ടീവ് എന്തായിരുന്നു? ധ്രുവന്റെ മോട്ടീവ് എന്തായിരുന്നു? ധ്രുവന്റെ ആഗ്രഹം മെറ്റീരിയൽ ഡിസയർ അല്ലേ? പക്ഷെ ആ മെറ്റീരിയൽ ഡിസയർ വെച്ച് പോലും ഹി വാണ്ടഡ് ടു ഹാവ് കൃഷ്ണ. അപ്പോ നമ്മുടെ ഡിസയറും ഡിറ്റർമിനേഷൻ ഭഗവാനെ അടുത്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ കാണാനുള്ള ഡിസയർ ഉണ്ടെങ്കിൽ കൃഷ്ണ അറേഞ്ചസ് സംബഡി ടു ഗൈഡ് us. സോ അപ്പോ നാരദ മുനിയോട് ചോദിച്ചു, ധ്രുവൻ ചോദിച്ചു, ആർ യു കൃഷ്ണ? പറഞ്ഞു, ഞാനല്ല. ഓക്കെ, ദെൻ ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഫോർ യു. പക്ഷേ നാരദ മുനി പറഞ്ഞു, ഐ ക്യാൻ ഷോ യു കൃഷ്ണ. I know who is Krishna and I know the way to reach Krishna. അപ്പോ ധ്രുവ വാസ് ഇൻട്രസ്റ്റഡ്. ഓക്കെ, എന്നാ പറ, എങ്ങനെയാ ഭഗവാനെ കാണാൻ പറ്റുക? സോ when you are determined, Krishna sees the spark. നമ്മളെ ഭഗവാൻ നമ്മുടെ സിൻസിയറിറ്റി കണ്ടിട്ട് he sends a bona fide person. So why is that? കൃഷ്ണന്റെ ഡിസയർ ആണ് അൾട്ടിമേറ്റ്ലി എവ്രി വൺ, എല്ലാ ജീവജാലങ്ങളും ഭഗവാനെ ആശ്രയിക്കണമെന്ന് ഭഗവാന്റെ ഡിസയറാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പേഴ്സണലി വരുന്നത് ഈ പ്രപഞ്ചത്തിൽ. ഭഗവാൻ പറയത്തില്ലേ, ഐ പേഴ്സണലി ഡിസൈൻഡ്. എന്തിനാ ഇഷ്ടം പോലെ അവതാരങ്ങൾ ഭഗവാൻ എടുക്കണ? ബിക്കോസ് ദാറ്റ് ഈസ് കൃഷ്ണാസ് ഡിസയർ. നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്ത് എത്തണം എന്നുള്ളത് ഭഗവാന്റെ ആഗ്രഹം. പക്ഷെ നമ്മള് വി ഹാവ് വൺ മേജർ ഡിസയർ. അത് നമ്മള് വി വാണ്ടഡ് ദാറ്റ് ആൻഡ് വി ഷുഡ് ബി സെപ്പറേറ്റ് ഫ്രം കൃഷ്ണ. നമ്മുടെ ഉള്ളിൽ there was a major desire. എന്താണ്? We wanted to be separate from Krishna. അപ്പൊ കൃഷ്ണ വന്നിട്ട് അത് ഇന്റർഫിയർ ചെയ്യത്തില്ല. കൃഷ്ണ പറയും, ഓക്കെ, he is so merciful. He will say, okay, fine. You want to be separate from me? I have arranged the material world. ഈ കണ്ടീഷൻഡ് ലിവിങ് എൻറ്റിറ്റീസ്, ഈ ഡിസയർ ഉള്ള ആൾക്കാരെല്ലാം കൃഷ്ണ വിൽ സേ, കൃഷ്ണ അവര് പറയത്തില്ല, ഓക്കെ, യു ഗോ ടു ഹെൽ. യു ഡിഡ്ന്റ് വാണ്ട് മീ, നൗ യു ഗോ ടു ഹെൽ. കൃഷ്ണ ഡിഡ്ന്റ് ഡു ദാറ്റ്. കൃഷ്ണ എന്ത് ചെയ്തു? ഓക്കെ, നിങ്ങൾക്ക് മറക്കണം അല്ലേ? സോ ഐ വിൽ ക്രിയേറ്റ് എ പ്ലേസ് വിച്ച് ഇസ് നോൺ ആസ് മെറ്റീരിയൽ വേൾഡ്. ഈ മെറ്റീരിയൽ വേൾഡില് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എങ്ങനെ? that you can forget me. ബട്ട് അങ്ങനെ ആയിരുന്നിട്ടും കൃഷ്ണൻ പറഞ്ഞു, ബട്ട് സ്റ്റിൽ ഐ വിൽ കം. എന്തിനാ? ടു റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് നോട്ട് യുവർ പ്ലേസ്. നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കാനായിട്ട്, ഇത് നിങ്ങളുടെ സ്ഥലമല്ല. സ്റ്റിൽ ഐ വിൽ സെൻഡ് ഡിവോട്ടീസ്. ഭക്തന്മാരെ വിടും. എന്തിനാ? ടു റിമൈൻഡ് that this is not what we should do. Still he will send scriptures. So Dwapara Yuga ഒക്കെ ആയി കഴിഞ്ഞപ്പോ, the end of Dwapara Yuga and beginning of Kali Yuga, scriptures were lost.
അതുകൊണ്ട് അദ്ദേഹം even came as Vyasa and then wrote everything. അപ്പോൾ കൃഷ്ണ is very merciful. ഭഗവാന്റെ ലക്ഷ്യം എന്താണ്? ലെറ്റ് എവ്രി വൺ ബിക്കംസ് ഡിവോട്ടി. അതാണ് ഭഗവാന്റെ ഭക്തന്മാര്. നിങ്ങൾ പ്രഭുപാദയുടെ കഥ അറിയില്ല? പ്രഭുപാദ ഒരിക്കലും പറഞ്ഞു, ഐ ഡിഡ്ന്റ് വാണ്ട് ടു കം ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ മെറ്റീരിയൽ വേൾഡിലേക്ക് കൃഷ്ണന് വരാൻ വലിയ താല്പര്യമില്ലായിരുന്നു. സോറി, പ്രഭുപാദയ്ക്ക്. പക്ഷേ പ്രഭുപാദ പറയാണ്, കൃഷ്ണ ഫോഴ്സ് മീ ടു കം. കൃഷ്ണ പ്രഷർ ഇട്ടു. സി യു ഗോ, ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യാം. യു ജസ്റ്റ് ഗോ ആൻഡ് റൈറ്റ് ബുക്സ്. ഓക്കെ, ഐ വിൽ അറേഞ്ച് എവ്രിതിങ്. എന്ത് ചെയ്യണം പ്രഭുപാദര് പോയിട്ട്? യു ജസ്റ്റ് ഗോ ആൻഡ് റൈറ്റ് ദ ബുക്സ് ആൻഡ് ഐ വിൽ പേഴ്സണലി ഡിക്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു തരാം. യു ജസ്റ്റ് ഹിയർ ആൻഡ് റൈറ്റ്. ദാറ്റ് ഈസ് വൈ നമ്മള് why do we do preaching? Why do we distribute books? Why do we do രഥയാത്രാസ്? നമ്മൾ ഫെസ്റ്റിവൽസ്, ഇതെല്ലാം നമ്മൾ ചെയ്യണം എന്തിനാ? Because we want to fulfill Krishna's desire. Bhagavan's desire is that everyone should chant Hare Krishna. So that is why he came as Chaitanya Mahaprabhu ആയിട്ട് വന്നു. കൃഷ്ണ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ you have to surrender, then you will get me. But Chaitanya Mahaprabhu, Krishna came as Chaitanya Mahaprabhu and said, നീ എൻ്റെ അടുത്ത് വന്ന് സറണ്ടർ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ആൾക്കാരെ വിടും. എന്തിനാ? നിന്നെ പിടിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോ ഇവൻ കുന്തി ദേവി, നമ്മൾ പല ഡിവോട്ടീസിനെ കണ്ടിട്ടുണ്ട്. They say that, no, Krishna, you come here because you want to help us. So ആ അംബിഷനിൽ നാരദമുനിനെ കണ്ടു. സോ നാരദമുനിനെ കണ്ടപ്പോ നാരദമുനി ചോദിച്ചു, what you are doing in this place? നീ എവിടെയാ പോണ? നിനക്ക് പേടിയില്ലേന്ന് ചോദിച്ചു. ധ്രുവ പറഞ്ഞു, ഞാൻ ലോർഡ് വിഷ്ണുവിനെ അന്വേഷിച്ചു വന്നതാണ്, ഭഗവാനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്തിനാണ്? എനിക്ക് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മേനേക്കാൾ സുപ്പീരിയർ പൊസിഷൻ വേണം. സോ അതുകൊണ്ട് ഞാൻ ഓസ്റ്റെറിറ്റീസ് പെർഫോം ചെയ്യാൻ വന്നതാണ്. നാരദമുനി പറഞ്ഞു, നീ ഒരു കുട്ടിയാ, നിനക്ക് ഇതൊന്നും, ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? നീ സ്പോർട്സ്, നീ ഗെയിംസ്, നീ പഠിക്കണം, ഇതൊക്കെ നീ ചെയ്തോണ്ടിരിക്കണം. എന്തിനാ കാട്ടിൽ വരുന്നത്? നീ പോയി കളിക്കേണ്ട പ്രായ. ഐ ക്യാൻ ഗെറ്റ് സം ടോയ്സ്. അച്ഛൻ ഇട്ടെങ്കിൽ പോട്ടെ, ഇറ്റ്സ് ഓക്കെ. വേണമെങ്കിൽ ഞാനും വന്ന് അച്ഛനോട് പറയാം, ഐ വിൽ ഗിവ് യു നൈസ് ടോയ്സ് തരാം. സോ യു ഡോണ്ട് വറി. എന്നിട്ട് പറഞ്ഞു, സി, പക്ഷെ നീ ഇപ്പോ ഇഫ് യു വാണ്ട് ടു മീറ്റ് കൃഷ്ണ, ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. അത് ഈസി അല്ല. എന്താ കാര്യം? കുറേ മുനിമാര് അവര് കുറേ വർഷങ്ങളായിട്ട് തപസ് ചെയ്തിട്ടും അവർക്ക് ഭഗവാനെ കാണാൻ പറ്റിയിട്ടില്ല. സോ ബെറ്റർ യു ഗോ ബാക്ക്. നീ ഓസ്റ്റെറിറ്റീസ് ഒക്കെ ചെയ്യാൻ നിനക്ക് പ്രായമാകുമ്പോ നീ വന്നിട്ട് ഓസ്റ്റെറിറ്റീസ് ചെയ്താൽ മതി. ഇപ്പൊ നീ പോയി കളിക്ക്, അല്ലേ? നിങ്ങൾ എന്തിനാ എല്ലാവരും രാവിലെ 7:45 ആകുമ്പോ ക്ലാസ്സിന് വന്നിരിക്കുന്നത് ഇവിടെ? നിങ്ങൾക്ക് കളിച്ചൂടെ പോയി? ഈ പ്രായം കളിക്കേണ്ട പ്രായമല്ലേ, അല്ലേ? ഈ സമയത്ത് കളി ആരും ഇല്ലേ നിങ്ങൾക്ക്? ഫ്രണ്ട്സ് ഒന്നും അവിടെ കളിക്കാനായിട്ട്? സോ നാരദ മുനി വാസ് enticing him. But Dhruva Maharaj, he was very determined. Dhruva Maharaj പറഞ്ഞു, നാരദ മുനി, I can't accept your instructions. Narada Muni is telling me that don't take the insult of the stepmother seriously. Sorry, Narada Muni, I can't.
My blood is boiling because of the insult of my stepmother. അതുകൊണ്ട് neither could I forgive her, nor I can forget my ambition. എന്റെ ഡിസയർ ഞാൻ മാറ്റില്ല, ഞാൻ എന്റെ സ്റ്റെപ്പ് മദറിന് ഫർഗീവ്നെസ് കൊടുക്കത്തില്ല. എന്ത് ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലും ഐ വാണ്ട് ഇറ്റ്. സോ ക്ഷത്രിയ സ്പിരിറ്റ് ആണത്. ക്ഷത്രിയാസ് കനോട്ട് ടോളറേറ്റ് ഇൻസൾട്ട്. ഇൻസൾട്ട് ക്ഷത്രിയാസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു ഇൻസൾട്ട് എൻ ക്ഷത്രിയ, he will never tolerate it. അതുകൊണ്ടാണ് even though he was 5 years old, he was telling my blood is boiling. അപ്പൊ നാരദ മുനി was testing him actually. എങ്ങനെയാ ടെസ്റ്റ് ചെയ്തത്? To check whether he has got determination. ധ്രുവന് ഡിറ്റർമിനേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ നാരദ മുനിക്ക് മനസ്സിലായി, യെസ്, he has determination. സോ നമ്മുടെ ജീവിതത്തില് if we need success മെറ്റീരിയലി ഓർ സ്പിരിച്വലി, നമുക്ക് എന്ത് വേണം? We need determination. I want that. Determination ഉണ്ടെങ്കിൽ Krishna will guide us. If we want to have the determination to go to moon, that is also possible. So Narada Muni was testing whether Dhruva has that determination. എന്നിട്ട് നാരദ മുനി started explaining to Dhruva, എങ്ങനെയാ ഭഗവാൻ, എങ്ങനെയാ ഭഗവാന്റെ ഫീച്ചേഴ്സ്. He is karuna, he is full of compassion. എന്നിട്ട് നാരദ മുനി describe the qualities of Lord and then told to Dhruva. എന്നിട്ട് പറഞ്ഞു, you go to Vrindavan, നീ മധുവനിൽ പോവുക, എന്നിട്ട് അവിടെ യമുനയുടെ തീരത്ത് പോയിരുന്നിട്ട് you start worshipping the Lord. എന്നിട്ട് പറഞ്ഞു, അവിടെ നിന്ന് കുറച്ച് മഡ് എടുത്ത്, ക്ലേ എടുത്തിട്ട് നീ ഭഗവാന്റെ ഫോം ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് വർഷിപ്പിംഗ് ദ ലോർഡ്. എങ്ങനെയാണ്? അവിടെയുള്ള ഫ്രൂട്ട്സും ഫ്ലവേഴ്സും അവിടുത്തെ ട്രീസിന്റെ എന്താണ് ചെറിയ ഇലകളൊക്കെ വെച്ചിട്ട് നീ വർഷിപ്പ് ചെയ്യുക. യു പിക്ക് തുളസി പറിച്ചിട്ട് നീ ഭഗവാന് തുളസി അർപ്പിക്കുക. And then you should chant the name of the Lord. എന്നിട്ട് he taught him Om Namo Bhagavate Vasudevaya. എന്നിട്ട് പറഞ്ഞ് റെഗുലർലി നീ ചാന്റ് ചെയ്യണം, റെഗുലർലി നീ ഫോം മെഡിറ്റേറ്റ് ചെയ്യണം. ഇഫ് യു ഡു ദാറ്റ് വിത്ത് ഡിറ്റർമിനേഷൻ, എന്ത് പറ്റും? ഭഗവാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷനാവും. Dhruva Maharaj became happy. He became excited. ഇത്രയും നേരം he didn't know how to attain Krishna. എങ്ങനെയാ ഭഗവാനെ കിട്ടുക എന്നറിയില്ല. ഇപ്പൊ he understood the process. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഭഗവാനെ കാണണോ. ബട്ട് എങ്ങനെ ഭഗവാനെ കാണാൻ പറ്റും? You need a process, steps, അല്ലെ? Step 1, okay, go to forest. First step is determination, full determination. I want to see Krishna. Second, go to forest. And seeing the determination, Krishna will send a guru. Guru's instructions follow ചെയ്തു കഴിഞ്ഞാൽ you will meet Krishna. Simple. So കൃഷ്ണന്റെ mercy ഉണ്ടെങ്കിൽ നമുക്ക് ഗുരുവിനെ കിട്ടും. And with Guru's mercy, you will get Krishna. So Dhruva understood the process. എന്താണ് പ്രോസസ്?
worship the Supreme Lord. So Dhruvan, finally, he started worshipping. He started meditating on the Lord. Appo 6 months കൊണ്ട് he perfected. He could see the Lord. നിങ്ങൾ എപ്പോഴെങ്കിലും have you seen വലിയ ട്രീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, നിങ്ങളെല്ലാം ട്രീസ് കണ്ടിട്ടില്ലേ? വലിയ വൃക്ഷങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷെ how many times you have seen the seed of the tree? ആ വൃക്ഷത്തിന്റെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? Not many times. It's very small. അല്ലേ? പക്ഷെ എത്ര ചെറുതാണെങ്കിലും ആ ചെറിയ ആ വിത്തിൽ നിന്നും, ആ സീഡിൽ നിന്നും ഒരു വലിയ ട്രീ ഉണ്ടാക്കാൻ പറ്റും. ബട്ട് സീയിങ് ദ സീഡ്, നമ്മൾ വിചാരിക്കുവോ ഇത്ര ചെറിയ സീഡിൽ നിന്ന് എങ്ങനെയാ ഒരു വൃക്ഷം ഉണ്ടാക്കുക? ബട്ട് ആക്ച്വലി ഈ ഒരു സീഡിൽ നിന്നും യു വിൽ സീ ജസ്റ്റ് നോട്ട് വൺ ട്രീ, ഇഷ്ടം പോലെ ട്രീസ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെ? ദിസ് ഇസ് കൃഷ്ണാസ് ഗ്ലോറി. അല്ലെ? ആൾക്കാർ വിചാരിക്കുക എങ്ങനെയാ? അപ്പോ നമുക്കും വി ക്യാൻ ഓൾസോ സ്റ്റാർട്ട് സ്മോൾ ലൈക്ക് ദ സീഡ്. ബട്ട് ഫോളോയിങ് ദ പ്രോസസ്, ഒരാ സീഡ് ആണെങ്കിലും വളരെ ചെറുതാണെങ്കിലും ഇഫ് യു ഗെറ്റ് ആ ട്രീക്ക് നമ്മൾ വെള്ളവും വളവും കൊടുക്കണമെങ്കിൽ ആ സീഡ് ക്യാൻ ബിക്കം എ ട്രീ. കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ ചെറിയ വിത്ത് അത് വലിയൊരു വൃക്ഷമായിട്ട് മാറും. സോ വാട്ട് ധ്രുവ ഡിഡ് വാസ് ദാറ്റ്, ധ്രുവ എന്ത് ചെയ്തു? ധ്രുവ ആ പ്രോസസ്സ് ഫോളോ ചെയ്തു. ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോ within 6 months he was able to see Krishna in his heart. And then now Krishna was eager to see Dhruva. Bhagavan, he came in front of Dhruva. കാരണം ധ്രുവയുടെ ഡിറ്റർമിനേഷൻ എന്തായിരുന്നു? He wanted a blessing from Krishna. Blessing എന്തിനായിരുന്നു? I need bhakti, I need Krishna premam, I need to go back to Goloka Vrindavanam. No. എന്തായിരുന്നു ഡിസയർ? That I want to become greater than my grandfather. So Krishna came in front of Dhruva. ഇപ്പൊ ധ്രുവന്റെ അടുത്ത് വന്നിട്ട് ധ്രുവൻ ഭഗവാനെ കണ്ട സമയത്ത് he understood that, oh, my desire was very, very puny kind of a desire. എന്തുകൊണ്ടാണ് വളരെ പ്യൂണി ആണെന്ന് തോന്നാൻ കാരണം? വളരെ, ഇപ്പൊ നിങ്ങളുടെ കയ്യില് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ആ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയും എനിക്കൊരു ഇഞ്ചി മിഠായി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is that very intelligent purchase? അല്ലെങ്കിൽ I need Milky Bar. Okay, take this 1 lakh rupees and give me 1 Milky Bar. Is it good transaction? അത് ഒരു intelligent transaction? It is not an intelligent transaction. ഭഗവാന്റെ അടുക്കല് he is like kalpa vriksha. Whatever desires you have, you can satisfy that. But ഇപ്പോഴാണ് ധ്രുവ ആലോചിച്ചത്, കൃഷ്ണ
ഈ സ്കൽപ്പവൃക്ഷ ഞാനിപ്പം വെച്ച ഡിസയർ ശരിയല്ലല്ലോ. So Dhruva told him, Krishna, I am sorry, I had not a good intention. But Krishna understood his heart and he said, I understand. Okay. എനിക്കറിയാം ഇപ്പൊ നിന്റെ മനസ്സിൽ ആ ഡിസയർ ഇല്ല. But still, since you had this desire, എന്തുകൊണ്ട് ചെയ്യണം? I am telling you, I am creating something which is not there till now. ഇപ്പൊ ഇല്ല, but I am going to create something. എന്താണ്? So that you can become, you can take the position higher than Brahma. So he created a separate planetary system, Dhruvaloka. So ഇതാണ് കൃഷ്ണന്റെ mercy. ആ ഒരു റിക്വയർമെന്റ് ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല. Okay, above first rank, there is no position like that. Krishna can create that. കൃഷ്ണന് ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് he put ധ്രുവ മഹാരാജ്. അപ്പൊ ധ്രുവ മഹാരാജിന് എന്താ കിട്ടിയത്? His wishes were fulfilled, അല്ലെ? എന്താണ്? He wanted to become, but after seeing Krishna, he thought, no, Krishna, I don't want that. But still, Krishna said, no, you be there. അത് കഴിഞ്ഞിട്ട് I am giving more. എന്താണ്? After this, you can come back to me. Nee Brahmanekal greater position tarum, but after your end, towards the end of your life, you will come back to me. Okay? So, Krishna is very, very merciful. Krishnante mercy എങ്ങനെയാണ്? He looks at our desires. നമ്മുടെ ഉള്ളിലെ ഡിസയേഴ്സ്, നമ്മുടെ ഉള്ളിലെ ഡിറ്റർമിനേഷൻ എന്താണോ, കൃഷ്ണ വിൽ ട്രൈ ടു ഫുൾഫിൽ ദാറ്റ്. സോ എല്ലാ ക്വാളിറ്റീസിലും നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? ബിക്കോസ് ഈസ് മെർസിഫുൾ ടു അസ്. നമ്മളോട് ഭയങ്കര കമ്പാഷനേറ്റ് ആണ് ഭഗവാൻ. ഈസ് വെരി വെരി കമ്പാഷനേറ്റ്. സോ ദിസ് ഈസ് എ ബിഗ്ഗസ്റ്റ് ക്വാളിറ്റി ഓഫ് കൃഷ്ണ. ഈസ് ഭക്തവത്സല. ആരെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ കൃഷ്ണ റെസിപ്രോക്കേറ്റ്സ്. ആ റെസിപ്രോക്കേഷൻ വെക്കുമ്പോൾ കൃഷ്ണ നോക്കത്തില്ല നീ ഒരു ഡിവോട്ടി ആണെന്നൊന്നും നോക്കത്തില്ല. ഇഫ് യു ആർ ബോൺ ഇൻ അസുര ഫാമിലി ബട്ട് യു ആർ ഡിറ്റർമിൻഡ്, കൃഷ്ണ വിൽ അക്സെപ്റ്റ്. നമ്മളിപ്പോ ഒരു ആനിമൽ ബോഡിയാണ്, ഗജേന്ദ്ര, ലുക്ക് അറ്റ് ഹിം. ഗജേന്ദ്രൻ വിളിച്ചപ്പോഴും ഭഗവാൻ പോയി, അല്ലെ? എങ്ങനെയാണ്? വി ഷുഡ് കോൾ ഹിം ഔട്ട്. So whenever we have difficulties in life, we should cry for Krishna. We should take shelter of Krishna. വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും Krishna will support us. Okay. So what is the moral of the story? ഇന്ന് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? ഇന്ന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി? ആരെങ്കിലും, ആർക്ക് പറയാൻ പറ്റും? ദാമോദർ, Krishna Shredas. Yeah, Sri Lakshmi says, if you are determined to get Krishna, he himself send you a guru to guide you. Yes. Krishna sees your determination. Rajanath says, have determination to achieve the association of Krishna. Yes. What else?
when you have difficulties in your life, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ whom should we approach? Other than your friends and parents, definitely you should tell them. But more than that, whom should you tell that? We should tell, we want to meet Krishna and tell him. Okay. Fine. ആർക്കെങ്കിലും, do you have any experience of Krishna helping you? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? Oh, Krishna, I had this trouble. And Krishna helped me. ഒരിക്കലും ഞാൻ ക്ലാസ്സിൽ, ഒരു യൂത്ത് ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു, so you had any experiences? And they all came up with wonderful experiences. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? You wanted some help from Krishna and Krishna helped you? ആർക്കും ഇല്ല? ആർക്കും ഇതുവരെ ഇല്ല സർപ്രൈസ്? Fine then. Hare Krishna. We will stop here then. Hare Krishna. Abba, thank you so much. Srila Prabhupada ki jai. Srila Gurudev ki jai. Ananda Kodi Vaishnava Vrinda ki jai. Hare Krishna.